ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 10,000 റുപ്പീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അതിനു മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്, റിയൽമി C65. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത്. പിന്നെ 500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഈ പ്രധാനപ്പെട്ട സാധനമായ നമ്മുടെ പ്രോസസറിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത് മീഡിയാടെക്കിന്റെ Dimensity 6300 ആണ്. സോ പെർഫോമൻസ് ഒക്കെ കൊള്ളായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് കൊള്ളായിരിക്കും. ഓക്കെ, ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും 1080p 30 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ്, 15 വാട്ട്സിന്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. IP54 സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, 3.5mm ഓഡിയോ ജാക്ക്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 4+ 128GB റോം വേരിയന്റ് 10,499 റുപ്പീസ് ആണ്, 10,499 രൂപ. സോ ഈ ഒരു 10K റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ് നമ്മുടെ റിയൽമി C65. ഇനി അടുത്ത സ്മാർട്ട് ഫോണിലേക്ക് പോകാം. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റെഡ്മിയുടേതാണ് അല്ലെങ്കിൽ പോക്കോയുടേതാണ്. റെഡ്മി 13C ഓർ പോക്കോ M6 രണ്ടും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. സോ നമുക്ക് റെഡ്മി 13Cയുടെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോവാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.74 ഇഞ്ചസിന്റെ HD+ IPS LCD ഡോട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ്. അടുത്തതായി പ്രധാനപ്പെട്ട സെക്ഷനായ പ്രോസസറിലേക്ക് വരുമ്പോൾ മീഡിയാടെക്കിന്റെ Dimensity 6100+ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസർ. സോ നല്ല പെർഫോമൻസ് കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു AI ലെൻസും വരുന്നുണ്ട്. 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. 1080p 30 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഇനി എക്സ്ട്രയിലേക്ക് വരുമ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സ് Android 13 വരുന്നത്. 3.5mm ഓഡിയോ ജാക്ക്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. പിന്നെ LPDDR4X+ UFS 2.2. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4+ 128GB റോം വേരിയന്റ് 10,499 റുപ്പീസ് ആണ്. പക്ഷേ നിങ്ങൾ പോക്കോയുടെ M6 എടുക്കുകയാണെങ്കിൽ 4+ 64GB റോം വേരിയന്റ് 7,999 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. യെസ്, 7,999 രൂപ. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ വില കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കോയുടെ M6 നോക്കാം. 7,999 റുപ്പീസാണ്. പക്ഷേ റെഡ്മിയുടെ 13C ആണെങ്കിൽ 4+ 128GB ആണ് വരുന്നത്. ഇവിടെ 64 ആണ്. സോ 128GB റോം വേരിയൻറ്റിൻ്റെ റെഡ്മി എടുക്കുമ്പോൾ 10,499 റുപ്പീസാണ്. സോ അത് സ്റ്റോറേജ് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ റെഡ്മിയുടെ അല്ല പോക്കോയുടേതായാലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോക്കോ M6 എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത സ്മാർട്ട് ഫോണിലേക്ക് പോകാം. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ G34. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.5 ഇഞ്ചസിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ 500 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. ഇനി പ്രധാനപ്പെട്ട പ്രോസസറിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ 695 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പ്ലസ് 2 മെഗാ പിക്സലിന്റെ മാക്രോയുമാണ് വരുന്നത്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഫുൾ HD 60 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ട്സിന്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 4+ 128GB റോം വേരിയന്റ് 10,999 റുപ്പീസ് ആണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ സ്മാർട്ട് ഫോണാണ് നമ്മുടെ മോട്ടോ G34. അപ്പോൾ നമുക്ക് അടുത്ത സ്മാർട്ട് ഫോണിലേക്ക് പോകാം. വിവോയുടേതാണ്, വിവോ T3 ലൈറ്റ് അല്ലെങ്കിൽ IQ Z9 ലൈറ്റ്. അതായത് നമുക്കറിയാമല്ലോ വിവോ T3 അല്ലെങ്കിൽ IQ Z9 രണ്ടിലും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. സോ ഇപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് ഇറക്കി. സോ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.56 ഇഞ്ചസിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ ഉള്ളൂ, 120 ഹെർട്സ് ഇല്ല. 840 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്. പിന്നെ പ്രോസസറിലേക്ക് വരുമ്പോൾ മീഡിയാടെക്കിന്റെ Dimensity 6300 ആണ് വരുന്നത്. നമ്മുടെ റിയൽമി C65 കണ്ടത്. സോ പെർഫോമൻസും കൊള്ളായിരിക്കും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പ്ലസ് 2 മെഗാ പിക്സലിന്റെ ഡെപ്തും 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. 1080p 30 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 15 വാട്ട്സിന്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, LPDDR4X+ eMMC 5.1. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 4+ 128GB റോം വേരിയന്റ് 10,499 റുപ്പീസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറ ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു വിവോ T3 ലൈറ്റ് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ, കിടിലമായ സ്മാർട്ട് ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം,
നമ്മുടെ പോക്കോ M6 Pro അല്ലെങ്കിൽ റെഡ്മി 12 5G എന്ന് വേണമെങ്കിലും പറയാം. രണ്ടിലും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഇപ്പോഴും ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ ആണ്. ഓക്കെ, പെർഫോമൻസ് വൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ക്യാമറ ക്വാളിറ്റിയും കൊള്ളാം. സോ ഇത് ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ നമുക്ക് പോക്കോ M6 Proയുടെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോവാം. റെഡ്മി 12 5G ആണെങ്കിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.79 ഇഞ്ചസിൻ്റെ ഫുൾ HD+ IPS LCD ഡോട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 120 ഹെർട്സ് ഇല്ല. 515 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ പ്രോസസ്സർ വന്നിട്ട് സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 ആണ് വരുന്നത്. ഒരു നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത്, 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. 1080p 30 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാവും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 വരുന്നത്. IP53 സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, LPDDR4X+ UFS 2.2. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4+ 64GB ROM വേരിയൻറ്റ് 9499 rupees ആണ്. സോ ഇതൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ് വിത്ത് ക്യാമറ, പെർഫോമൻസ്, ഡിസ്പ്ലേ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല പ്രോസസ്സർ, കുഴപ്പമില്ലാത്തൊരു ക്യാമറ ഒക്കെ വെച്ച് വരുന്ന ഒരു കിടിലൻ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അണ്ടർ 10,000 rupees വാങ്ങാവുന്ന ബെസ്റ്റ് 5 സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.